പർപ്പസ് ഡീപേസ് ഇപ്പൊ ഇങ്ങനെ ബേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പർപ്പസ് എന്താ? എന്തിനു വേണ്ടിയായിരിക്കും? വെറുതെ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് അത് അനലൈസ് ചെയ്ത് വെക്കാനാണോ? നമുക്ക് എവിടേക്ക് ഇത് യൂസ് ചെയ്യാം? ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ, നമ്മുടെ ഒരു ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? ആളെ ഫേസ് വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ ഈ ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? നമുക്കിത് യൂസ് ചെയ്യാം. അത് ഏത് രീതിക്കാണ്? ഇപ്പൊ നിങ്ങളുടെ ഈ മൊബൈൽ അൺലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന് യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് പല പ്രോപ്പർട്ടീസും ഇതിനെ നമുക്ക് പല പല യൂസ് കേസാണ് വരുന്നത്. പല ഫീൽഡുകളിലും ഇതേ പാക്കേജ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ഇത് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അതിന് അക്യൂറസിയുടെ കാര്യമാണ് പറയുന്നത്. ഏകദേശം എത്ര ശതമാനം വരെ അക്യൂറസി എന്ന് പറയുന്നത് വെരിഫിക്കേഷന്? ഒരു 97% വരെയും എന്ത് ചെയ്യാം? നമുക്കിതിലെ നമ്മുടെ ഡീപേസ് വെച്ചിട്ടുള്ള അനാലിസിസ് അതിനൊരു വെരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള അക്യൂറസി ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതുപോലെ ഇതുപോലത്തെ പല സബ് പാക്കേജ് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മള് ഡീപേസ് വെച്ചിട്ട് പല കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഒരിക്കലും ഒറ്റയ്ക്ക് വെറുതെ ഡീപേസ് മാത്രം വെച്ചിട്ടില്ല, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിത് ആദ്യം നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ കൊളാബ് ഓപ്പൺ ചെയ്തോ. കൊളാബ് ഓപ്പൺ ചെയ്തോ. ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഡീപേസ് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക ടിപ്പ് ഇൻസ്റ്റാൾ ഡീപേസ് കണ്ടു കൊടുക്കുക. അത് നമ്മൾ കൊളാബിലാണ് റൺ ചെയ്യുന്നത്. നമുക്ക് ആ ടിപ്പിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം? ആ ഒരു നോട്ടിക്കലിന്റെ ആ ഒരു സിമ്പൽ ഇടണം. ഓക്കെ, എക്സ്ക്ലമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു പാക്കേജ് ആണ് ഓപ്പൺ സിവി എന്നുള്ള പാക്കേജ്. ഓക്കെ, അപ്പൊ അതും ഇതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ സിവി -പൈത്തൺ എന്നാണ് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതും അതുപോലെ പിപ്പ് ഇൻസ്റ്റാൾ വെച്ചിട്ട് ഓപ്പൺ സിവി -പൈത്തൺ കൊണ്ട് കൊടുക്കാം. പക്ഷെ നമുക്കിത് ഔട്ട്പുട്ടായിട്ട് കാണുന്നത് വരെ അതെന്താ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഈ മുഖത്തൊക്കെ വരച്ച് വരുന്ന മുഖത്തൊക്കെ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേറൊരു പാക്കേജ് അതാണ് മാത്രോട്ലിക് എന്നുള്ള പാക്കേജ്. നമുക്ക് മാത്തമാറ്റിക്കലി ഓരോ സാധനങ്ങളും പ്ലോട്ട് ചെയ്യാൻ, അതിന്റെ ഇമേജസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് പൈചാർട്ട് അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഈ മാത്രോട്ലിക് എന്നുള്ള പാക്കേജ്. ഇതേ പാക്കേജ് വെച്ചിട്ട് തന്നെ നമ്മുടെ ഇമേജസിന്റെ മേലെ ഡ്രോയിങ്സ് കൊണ്ടുവരാൻ പറ്റും. അതായത് അതെന്താണ് അനലൈസ് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പാക്കേജും ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. പാക്കേജസ് ഒക്കെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയാല് നേരത്തെ കണ്ടതുപോലെ ടിക്ക് മാർക്ക് വരും സൈഡില്.
പാക്കേജിനൊക്കെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്ത് കൂടിയാണ്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക. നമുക്ക് ആദ്യം ഓപ്പൺ സി വി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് CV2 എന്നാണ് അതിന്റെ പേര്. ഓപ്പൺ സിയുടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള കമാൻഡ് തന്നെ ഇമ്പോർട്ട് CV2 എന്നുള്ള. അതുപോലെ തന്നെ നമുക്കിതില് പാക്കേജിന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫ്രം ഡീപേസ് ഇമ്പോർട്ട് അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സ്മോൾ ലെറ്ററും അതേപോലെ രണ്ടാമത്തെ എത്ര ഇൻബോക്സിൽ DMF ക്യാപിറ്റലാണ്. അത് നോക്കിക്കൊടുക്കുക. അപ്പൊ നമ്മള് ഏത് പാക്കേജ് ഡൗൺലോഡ് ചെയ്താലും എന്ത് ചെയ്യണം? അത് ഇമ്പോർട്ട് ചെയ്യണം. എന്നാലാണ് അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു വേരിയബിൾ ഡ്രൈവ് മൗണ്ട് ചെയ്തിട്ടുള്ളതല്ലേ? ഓക്കെ. അപ്പൊ ഡ്രൈവ് മൗണ്ട് ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ 2 ഇമേജ് ഉണ്ടായിരുന്നു. ആ 2 ഇമേജിനും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് നമ്മളിപ്പോ ഡ്രൈവിനുള്ളിൽ ഇട്ടല്ലോ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് കൊടുക്കുക? ഒരു വേരിയബിൾ കൊടുക്കുക. ഇമേജ് പാത്ത് വന്നിട്ട് ഒരു വേരിയബിൾ കൊടുക്കുക. ഈക്വൽ ടു അതില് ഒരു പാത്ത് കിടക്കുന്നുണ്ട്. അത് കറന്റ് എന്റെ ഫോൾഡറിനുള്ളിൽ ഞാൻ എവിടെയാണോ ആ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ പാത്താണ്. നിങ്ങൾക്ക് അതിന്റെ റൈറ്റ് സൈഡില് ഒരു ഫോൾഡർ ഓപ്ഷൻ കാണാല്ലേ? അപ്പൊ നിങ്ങള് ഡ്രൈവ് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈവ് നോട്ടൊരു ഫോൾഡർ നടക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൈ ഡ്രൈവ് വരും. അതില് നിങ്ങൾ എവിടെയാണോ ആ ഫോട്ടോ ഇട്ടിട്ടുള്ളത്, ഞാൻ ഡീപ് ഫേസ് കൊണ്ടുള്ള ഫോൾഡറിലാണ് എന്റെ ഫോട്ടോ എടുത്തത്. ഞാനത് ഓപ്പൺ ചെയ്തു. അതില് ഞാൻ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് ഇവിടെ കാണാം. അതിന് ജസ്റ്റ് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. കോപ്പി പാത്ത് ഓപ്ഷൻ കാണിക്കും. ആ പാത്താണ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഡ്രൈവ് കൊളാബിൽ കാണാത്ത എന്നിട്ട് ആ പാത്തൊക്കെ കൊടുത്തതിന് ശേഷം ആ സെല്ലർ റൺ ചെയ്ത് നോക്കിയാണ്.
നല്ല ഫോട്ടോ കൊടുത്തിട്ട് നല്ല അക്യുറസി ഉണ്ടാവും. നിങ്ങൾ ക്വാളിറ്റി നമ്മളല്ലേ 97% ആണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ കൊടുക്കുന്ന ഫോട്ടോസ് രണ്ടും നല്ല ക്വാളിറ്റിയുടെ ഫോട്ടോസ് കൊടുക്കുക. അപ്പൊ അത് ചെക്ക് ചെയ്യും.
ഇത് വേറെ സാധന ഇത് ബാക്ക്